തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും. അരുവിക്കര സ്വദേശി ചന്ദ്രശേഖരന്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേഘ്ന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിശദാംശങ്ങളുമായി മേഘ്ന, ഈ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെയേറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മലയോര മേഖലയിലൊക്കെ ഇപ്പോഴും മഴ ശക്തമായി തുടരുക തന്നെയാണോ? ഇപ്പോൾ മഴയൊന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷേ അല്പസമയം മുന്നേ വരെ മലയോര മേഖലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളടക്കം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ വൈകുന്നേരത്തോടുകൂടി പെയ്ത മഴയുടെ ഭാഗമായിട്ടാണ് ശക്തമായ മഴയിലും കാറ്റിലുമാണ് വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. അരുവിക്കര സ്വദേശിയായിട്ടുള്ള ചന്ദ്രശേഖരന്റെ വീട്ടിലാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഭാര്യ സുകുമാരി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് അപകടമൊന്നുമില്ലാതെ വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട് ഓടിട്ട മേൽക്കൂരയുള്ള വീടാണ്. അതിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. മറ്റ് പരിക്കുകളൊന്നുമില്ലാതെ വീട്ടുകാർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെയും തിരുവനന്തപുരം ജില്ലയിൽ ഈ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുണ്ട്. മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.